നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി ഉത്തരവിന് സുപ്രീം കോടതി സ്റ്റേ. ചട്ടങ്ങൾ പാലിച്ച് എഴുന്നള്ളിപ്പ് നടത്താം. ഹൈക്കോടതി ഉത്തരവ് പ്രായോഗികമെന്ന് തോന്നുന്നില്ല എന്നും ശൂന്യതയിൽ നിന്ന് ഉത്തരവിറക്കാനാകില്ല എന്നും കോടതി. സ്വാഗതം ചെയ്ത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. SSLC +1 ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കൊടുവള്ളി ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 7 അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തി. ലീവിലുള്ള അധ്യാപകർ ട്യൂഷൻ സെന്ററുകളുമായി സഹകരിക്കുന്നതായി നിഗമനം. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ തേടി പോലീസ്. ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. NSS നേതൃത്വവും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും തമ്മിൽ മഞ്ഞുരുകുന്നു. മന്നം ജയന്തി ആഘോഷത്തിൽ മുഖ്യപ്രഭാഷണം നടത്താൻ രമേശ് ചെന്നിത്തലയ്ക്ക് NSSന്റെ ക്ഷണം. പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് രമേശ് ചെന്നിത്തല. ക്രിസ്മസിനെയും പുതുവത്സരത്തെയും വരവേൽക്കുവാനൊരുങ്ങി ദുബായ് ഗ്ലോബൽ വില്ലേജ്. ആഗോള ഗ്രാമത്തിലേക്ക് സന്ദർശക പ്രവാഹം. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ക്വാർട്ടർ ബർത്ത് ഉറപ്പിച്ച് കേരളം. ഒഡീഷയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി മാർഗരേഖയ്ക്ക് സുപ്രീം കോടതിയുടെ സ്റ്റേ. ചട്ടം പാലിച്ച് ആന എഴുന്നള്ളിപ്പ് നടത്താമെന്ന കോടതി വിധി. ദേവസ്വങ്ങളുടെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനും ആന ഉടമസ്ഥരുടെ സംഘടനകൾക്കും കോടതി നോട്ടീസ് അയച്ചു. കോടതി വിധി ആശ്വാസകരമെന്ന് ദേവസ്വം ഭാരവാഹികൾ പ്രതികരിച്ചു. ഉത്തരവിലെ നിർദ്ദേശങ്ങൾ നിലവിലെ നിയമങ്ങൾക്ക് വിരുദ്ധമെന്നും ഹൈക്കോടതി ഉത്തരവ് പ്രായോഗികമല്ലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം ആന എഴുന്നള്ളിപ്പിനിടെ അപകടങ്ങളുണ്ടായാൽ ഉത്തരവാദിത്വം ദേവസ്വങ്ങൾക്കാണെന്നും കോടതി പറഞ്ഞു. ജസ്റ്റിസുമാരായ BV നാഗരത്ന, NK സിംഗ് എന്നിവരുടെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത്. തൃശൂർ, പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളാണ് നിയന്ത്രണങ്ങൾ റദ്ദാക്കണമെന്ന ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. കോടതി വിധി ആശ്വാസം പകരുന്നതാണെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് പറഞ്ഞു. ദേവസ്വങ്ങൾക്ക് വളരെയധികം ആശ്വാസമായി. ദേവസ്വങ്ങൾക്ക് മാത്രമല്ല, എല്ലാ പൂരം, വേല, പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ കമ്മിറ്റികൾക്കും വലിയ ആശ്വാസമാണ്. അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പേരിൽ വേട്ടയാടി കേസെടുക്കുന്ന ഒരു നിലപാടായിരുന്നു ഇവിടെ. അതിപ്പോൾ എന്തായാലും മാറിക്കിട്ടി. എല്ലാ സംഘാടകർക്കും ഇനി സമാധാനമായിട്ട് കാര്യങ്ങൾ നടത്താം. വലിയ ആശങ്കയുണ്ടായിരുന്ന ഘട്ടത്തിലാണ് അനുകൂലമായ വിധി വന്നതെന്ന് തിരുവമ്പാടി ജോയിന്റ് സെക്രട്ടറി P ശശിധരനും പറഞ്ഞു. ഞങ്ങൾക്ക് ഇതിൽ ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞങ്ങൾ സുപ്രീം കോടതിയിൽ ഈ സ്റ്റേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് അത് കിട്ടുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഇനി ഇത് നിലനിന്ന് പോകണം എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന, പതിറ്റാണ്ടുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഉത്സവങ്ങളും ആഘോഷങ്ങളും നടക്കണം. അതുതന്നെയാണ് സുപ്രീം കോടതി ഈ സ്റ്റേയിലൂടെ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഉത്സവങ്ങൾക്കുള്ള ആന എഴുന്നള്ളത്ത് അനിവാര്യമായ മതാചാരമല്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. നവംബർ 14-നാണ് സംസ്ഥാനത്തെ ആന എഴുന്നള്ളിപ്പിൽ കർശന നിബന്ധനകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. തുടർച്ചയായി 3 മണിക്കൂറിൽ കൂടുതൽ ആനയെ എഴുന്നള്ളത്തിൽ നിർത്തരുതെന്നുൾപ്പെടെയുള്ള നിരവധി മാർഗനിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. അമൃത ന്യൂസ്, തൃശൂർ. കോൺഗ്രസിൽ പുനഃസംഘടനാ ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് സംസ്ഥാന നേതാക്കൾ ആവർത്തിക്കുമ്പോഴും KPCC അധ്യക്ഷൻ നടത്തുന്നത് തിരക്കിട്ട നീക്കങ്ങളാണ്. മുതിർന്ന നേതാക്കളായ AK ആന്റണി, രമേശ് ചെന്നിത്തല എന്നിവരുടെ വസതിയിലെത്തിയുള്ള സുധാകരന്റെ സന്ദർശനത്തിന് പിന്നിലും പുനഃസംഘടന തന്നെയാണ് പ്രധാന വിഷയം. എന്നാൽ ഇക്കാര്യത്തിൽ നേതാക്കൾ ആരും തന്നെ പരസ്യ പ്രതികരണം പാടില്ല എന്ന നിർദ്ദേശം KPCC കൈമാറിയിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഔദ്യോഗികമായി നടന്നിട്ടില്ല. എനിക്കറിവില്ല. ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മാധ്യമങ്ങളിലൂടെ കാണുന്നതല്ലാതെ കോൺഗ്രസിനകത്തെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടന്നതായി എനിക്കറിയില്ല. കോൺഗ്രസ് പുനഃസംഘടനാ ചർച്ചകൾ മുൻപത്തെ പോലെ എതിരാളികൾക്ക് അടിക്കാനുള്ള വടിയാക്കി മാറ്റരുതെന്ന കർശന നിർദ്ദേശമാണ് നേതൃത്വത്തിനുള്ളത്. അതിനാൽ തന്നെ പല മുതിർന്ന നേതാക്കളും പുനഃസംഘടനാ ചർച്ചകൾ സംബന്ധിച്ച ചോദ്യങ്ങൾ തട്ടിയും തെറിപ്പിച്ചും കളയുന്നു.
എന്നാൽ KPCC പ്രസിഡന്റ് മാറിയാൽ പ്രതിപക്ഷ നേതാവും മാറണമെന്ന സുധാകരൻ വിഭാഗം നിലപാടെടുത്തതോടെ വഴിമുട്ടിയ ചർച്ചകൾ വീണ്ടും പാർട്ടിക്കകത്ത് സജീവമായി കഴിഞ്ഞു. മുൻകൂട്ടി നിശ്ചയിക്കാത്തതും എന്നാൽ ഏറെ നേരം നീണ്ടുനിന്നതുമായ കൂടിക്കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയും AK ആന്റണിയുമായി സുധാകരൻ നടത്തിയത്. ഇരുവരുമായുള്ള ചർച്ചയിൽ പുനഃസംഘടന ചർച്ചയായെന്നാണ് വിവരം. പ്രസിഡന്റ് തൽസ്ഥാനത്ത് നിന്ന് മാറാതെ നിലവിലുള്ള ജംബോ പട്ടിക പുനഃസംഘടിപ്പിക്കാനും K സുധാകരൻ നീക്കം നടത്തുന്നുണ്ട്. കൂടാതെ DCCകളും പുനഃസംഘടിപ്പിക്കും. ഇക്കാര്യത്തിൽ കൃത്യമായ ഗ്രൂപ്പ് പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്നാണ് AI ഗ്രൂപ്പുകളുടെ ആവശ്യം. കഴിഞ്ഞ ബ്ലോക്ക് പുനഃസംഘടനയിൽ ഉയർന്ന പോലെയുള്ള പരാതികൾ ഉയരാതിരിക്കാനുമാണ് സുധാകരന്റെ ശ്രമം. മാറ്റം പ്രസിഡന്റ് സ്ഥാനത്തും വേണമെന്ന ആവശ്യത്തിൽ നിന്ന് VD സതീശനും തെല്ലും അയഞ്ഞിട്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. NCPയിലെ മന്ത്രിമാറ്റ നീക്കങ്ങളിൽ AK ശശീന്ദ്രന് CPMന്റെ പിന്തുണ. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടരട്ടെയെന്നും CPM സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമായതോടെ മന്ത്രിയാകാനുള്ള തോമസ് K തോമസിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയായി. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ് 2.5 വർഷം പൂർത്തിയായപ്പോൾ തന്നെ NCPയിൽ മന്ത്രിമാറ്റ ചർച്ചകൾ ഉടലെടുത്തിരുന്നു. AK ശശീന്ദ്രനെ മാറ്റി തോമസ് K തോമസിനെ മന്ത്രിയാക്കണമെന്ന നിർദ്ദേശമാണ് ഉയർന്നത്. സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ AK ശശീന്ദ്രനൊപ്പമായിരുന്നു. എന്നാൽ ഇപ്പോൾ തോമസ് K തോമസിനാണ് PC ചാക്കോയുടെ പിന്തുണ. അതുകൊണ്ട് തന്നെ AK ശശീന്ദ്രനെ മാറ്റണമെന്ന ആവശ്യത്തിന് NCPക്കുള്ളിൽ ശക്തി പ്രാപിക്കുമ്പോഴാണ് CPMന്റെ ഇടപെടൽ. ശശീന്ദ്രനെ മാറ്റുന്ന കാര്യത്തിൽ PC ചാക്കോയും തോമസ് K തോമസും ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ പിന്തുണയും ഉറപ്പാക്കിയിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മന്ത്രിമാറ്റം ആവശ്യപ്പെട്ട് ശരത് പവാർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനമുണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും തീരുമാനമുണ്ടാകാത്തതിനാൽ തോമസ് K തോമസ് CPMന്റെ ദേശീയ നേതൃത്വവുമായി ഇക്കാര്യം സംസാരിച്ചു. CPM സംസ്ഥാന നേതൃത്വത്തോട് മന്ത്രിമാറ്റ ചർച്ചകൾക്ക് പ്രകാശ് കാരാട്ട് വഴി സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. ഒടുവിൽ മുഖ്യമന്ത്രിയും CPM നേതൃത്വവും ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടർന്നാൽ മതിയെന്ന നിലപാട് സ്വീകരിച്ചു. മന്ത്രിസഭയിലെ 2 മന്ത്രിമാരെ കൂറുമാറ്റാനായി തോമസ് K തോമസ് കോടികൾ വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന ആരോപണത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി AK ശശീന്ദ്രന് പച്ചക്കൊടി കാട്ടിയത്. ഇതോടെ തോമസ് K തോമസിന്റെ മന്ത്രിയാകാനുള്ള നീക്കങ്ങൾ ദുർബലമാകുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. MR അജിത് കുമാറിനെ DGP ആക്കാനുള്ള നീക്കം ഉദ്ദിഷ്ടകാര്യത്തിനുള്ള ഉപകാരസ്മരണയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് ഇപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് വ്യക്തമായി. അനധികൃത സ്വത്ത് സമ്പാദനത്തിലുള്ള വിജിലൻസ് അന്വേഷണത്തിന് പുറമെ തൃശൂർ പൂരം കലക്കൽ, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിവയിലും അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥന് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് സ്ഥാനക്കയറ്റം നൽകിയത് എന്നും സതീശൻ ആരോപിച്ചു. MR അജിത് കുമാറിനെ DGP ആക്കുന്ന നടപടി രാഷ്ട്രീയമായി ശരിയല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സാങ്കേതികമായി സർവീസ് അർഹതയെ അംഗീകരിക്കുക മാത്രമാണ് സർക്കാർ ചെയ്തത്. എല്ലാ സാങ്കേതിക ശരികളും രാഷ്ട്രീയ ശരികളല്ല. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്തു നിന്നും MR അജിത് കുമാറിനെ മാറ്റണമായിരുന്നുവെന്നായിരുന്നു CPIയുടെ ആവശ്യമെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. സംശയകരമായ നിലപാടുള്ള ഒരു ഉദ്യോഗസ്ഥന് ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPയുടെ പദവിയിൽ ഇരിക്കാൻ അർഹതയില്ലെന്നാണ് CPI പറഞ്ഞത്. അങ്ങനെയാണ് ADGP ആയിരുന്ന അദ്ദേഹത്തെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്നും അന്ന് മാറ്റി നിർത്തിയത്. ആ തീരുമാനം ശരിയാണ്. അതിനർത്ഥം അദ്ദേഹത്തിന് സർവീസിൽ ന്യായമായി ലഭിക്കേണ്ടുന്ന ഒരു പ്രൊമോഷൻ്റെ പുതിയ ഘട്ടം വരുമ്പോഴത്തേക്കും എന്നേക്കുമായിട്ട് ഒഴിവാക്കണം എന്നല്ല. സാങ്കേതികമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി കൂടി ആ കമ്മിറ്റി 4 വർഷങ്ങളും ഫയലുമെല്ലാം പഠിച്ചു തീരുമാനം കൈക്കൊണ്ടു. ആ തീരുമാനം സാങ്കേതികമായി ശരിയാണ്. സാങ്കേതികമായ തീരുമാനം ശരിയാണ്. പക്ഷേ എല്ലാ സാങ്കേതിക ശരികളും എല്ലായ്പ്പോഴും രാഷ്ട്രീയ ശരിയാകണമെന്നില്ല. അത് ആണ് CPIയുടെ നിലപാട്. ADGP MR അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം മന്ത്രിസഭായോഗം ഐകകണ്ഠേന എടുത്ത തീരുമാനമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. സ്ഥാനക്കയറ്റം സ്വാഭാവിക നടപടിയാണ്. മറ്റ് ഉദ്യോഗസ്ഥരെയും പരിഗണിച്ചിരുന്നു. മന്ത്രി എന്ന നിലയിൽ തനിക്ക് ഇക്കാര്യത്തിൽ അതൃപ്തിയില്ലെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. അത് ക്യാബിനറ്റ് യുനാനിമസായി എടുത്തൊരു തീരുമാനമാണ്. ക്യാബിനറ്റിൻ്റെ മുന്നിൽ വരുന്ന ഇത്തരം വിഷയങ്ങളിൽ അതിനൊരു പ്രസിഡൻ്റ് ഉണ്ട്. ആ പ്രസിഡൻ്റ് അനുസരിച്ച് ഒരാളിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇന്നലെ വന്ന എല്ലാ IPS ഉദ്യോഗസ്ഥരുടെയും പ്രമോഷൻ്റെ വിഷയത്തിൽ ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. അതിന് വേറെ അസ്വാഭാവികമായിട്ടുള്ള വിഷയങ്ങളൊന്നും തന്നെ മന്ത്രി നിലയ്ക്ക് ഞാൻ കാണുന്നില്ല. ഇല്ല, മന്ത്രിമാരുടെ എതിർപ്പൊന്നും അതിനകത്തുണ്ടായിട്ടില്ല.
കേരള മുഖ്യമന്ത്രി പ്രസ്താവന വീരനെന്ന കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മുഖ്യമന്ത്രിക്ക് പ്രസ്താവന ഇറക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ. കേന്ദ്ര അവഗണന എന്നത് കേരള സർക്കാരിന്റെ തെറ്റായ പ്രചരണമാണ്. വീഴ്ചകൾ മറച്ചുവെക്കാനാണ് സർക്കാരിന്റെ ശ്രമം. വയനാട് ദുരന്തത്തിൽ കേരള ഗവൺമെന്റ് കൃത്യമായ കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണ് ഫണ്ട് ലഭിക്കാത്തതെന്നും വി മുരളീധരൻ ആലപ്പുഴയിൽ പ്രതികരിച്ചു. ഹൈക്കോടതി ഇക്കാര്യത്തിൽ മന്ത്രിമാർ നടത്തുന്ന പ്രസ്താവനയോ എൻ്റെ പ്രസ്താവനയോ നിങ്ങൾ മുഖവിലക്കെടുക്കണ്ട. പകരം കോടതികൾ ഈ കാര്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വയനാട് ദുരന്തത്തെ സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിൽ കോടതിയുടെ മുമ്പാകെ ഈ കാര്യമെത്തിയപ്പോൾ ഹൈക്കോടതി കൃത്യമായിട്ട് ചോദിച്ച ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കേരള സർക്കാരിൻ്റെ അഭിഭാഷകന് സാധിച്ചില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ദുരന്ത നിവാരണ ഫണ്ടിൽ എത്ര തുക ബാക്കിയുണ്ട് എന്നുള്ളതിൻ്റെ വിവരം പോലും പറയാൻ പറ്റിയില്ല. SSLC+1 ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ സ്കൂൾ അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തി. MS സൊല്യൂഷൻസിനെതിരെ പരാതി നൽകിയ കൊടുവള്ളി ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 7 അധ്യാപകരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ലീവിലുള്ള അധ്യാപകർ ട്യൂഷൻ സെന്ററുകളുമായി സഹകരിക്കുന്നുവെന്നാണ് നിഗമനം. ഇതേ തുടർന്ന് ട്യൂഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്ന എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ കേന്ദ്രീകരിച്ച് ആയിരിക്കും ഇനിയുള്ള അന്വേഷണം. SSLC+1 ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ തേടി പോലീസ്. ആരോപണ വിധേയരായ MS സൊല്യൂഷൻസ് ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോ അടക്കം നീക്കം ചെയ്തതോടെയാണ് കൊടുവള്ളി പോലീസ് ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ തേടിയത്. നീക്കം ചെയ്ത വീഡിയോയുടെ വിവരങ്ങളാണ് പോലീസ് ആവശ്യപ്പെട്ടത്. MS സൊല്യൂഷൻസിന്റെ വീഡിയോകളിൽ അശ്ലീല പരാമർശങ്ങൾ ഉള്ളതായി പരാതിയുണ്ടായിരുന്നു. SSLC ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് KSU നടത്തിയ DPI ഓഫീസ് മാർച്ചിൽ നേരിയ സംഘർഷം. DPI ഓഫീസിന് സമീപം ബാരിക്കേഡ് തീർത്ത പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞുവെങ്കിലും അത് മറികടക്കാനായി നടത്തിയ ശ്രമമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. പ്രതിഷേധക്കാരുമായി വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടായതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ബാരിക്കേഡ് മറികടന്ന പ്രതിഷേധക്കാരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിപ്പിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടന്ന സംസ്ഥാന സർക്കാർ മണ്ണ് സംരക്ഷണ വിഭാഗത്തിലെ 6 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കൃഷിമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. കൃഷി വകുപ്പിന് പുറമെ മറ്റു വകുപ്പുകളും തട്ടിപ്പുകാർക്കെതിരെ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിപ്പിൽ ആദ്യമായാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നത്. ആദ്യപടിയായി മണ്ണ് സംരക്ഷണ വിഭാഗത്തിലെ 6 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് സസ്പെൻഷൻ നടപടികൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കാസർഗോഡ് മണ്ണ് സംരക്ഷണ ഓഫീസിലെ അസിസ്റ്റന്റ് ഗ്രേഡ് 2 വിഭാഗത്തിൽ സാജിദ, പത്തനംതിട്ട ഓഫീസിലെ പാർട്ട് ടൈം സ്വീപ്പർ G ഷീജാകുമാരി, വടകര ഓഫീസിലെ വർക്ക് സൂപ്രണ്ട് നസീദ്, മീനങ്ങാടി ഓഫീസിലെ പാർട്ട് ടൈം സ്വീപ്പർ P ഭാർഗവി, മീനങ്ങാടിയിലെ മണ്ണ് പരിവേഷണ കാര്യാലയത്തിലെ പാർട്ട് ടൈം സ്വീപ്പർ K ലീല, തിരുവനന്തപുരം സെൻട്രൽ സോയിൽ അനലിറ്റിക്കൽ ലാബിലെ പാർട്ട് ടൈം സ്വീപ്പർ J രജനി എന്നിവർക്കെതിരെയാണ് നടപടി. 1960 കേരള സിവിൽ സർവീസ് റൂൾ തരംതിരിക്കലും നിയന്ത്രണ അപ്പീലും പ്രകാരമുള്ള അന്വേഷണ വിധേയമായ സസ്പെൻഷനാണ് ഇവർക്കെതിരായ നടപടി. ഇവരോട് അനധികൃതമായി കൈപ്പറ്റിയ തുകയും അതിന്റെ 18% പലിശയും അടയ്ക്കാൻ കൃഷി വകുപ്പ് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ധനവകുപ്പ്, സംസ്ഥാന വകുപ്പ് ജീവനക്കാരിലെ ഒരു വിഭാഗവും സാമൂഹ്യക്ഷേമ സുരക്ഷാ പെൻഷനിലെ അനധികൃതമായി കൈപ്പറ്റിയിരുന്നു. തുടർന്ന് ഇവർക്കെതിരെ നടപടിയെടുക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സ്വീകരിച്ചു തുടങ്ങിക്കഴിഞ്ഞു. മൃഗസംരക്ഷണ വകുപ്പും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ തുടങ്ങി. അണ്ടർ സെക്രട്ടറിയെ നോഡൽ ഓഫീസറായി നിയമിച്ചാണ് തട്ടിപ്പ് നടത്തിയവരെ വകുപ്പ് കണ്ടെത്തുന്നത്. മൃഗഡോക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ പട്ടികയിലുണ്ട്. ഗസറ്റഡ് ഉദ്യോഗസ്ഥർ മുതൽ കോളേജ് അധ്യാപകർ ഉൾപ്പെടെ 1458 പേരായിരുന്നു 1600 രൂപ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതായി ധനവകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അമൃതാനുസ്, തിരുവനന്തപുരം. ക്ഷീരകർഷകർക്ക് പ്രതീക്ഷയായി മിൽമ പാൽപ്പൊടി നിർമ്മാണ രംഗത്തേക്കും കടക്കുന്നു. മിൽമയുടെ ആദ്യ പാൽപ്പൊടി നിർമ്മാണ യൂണിറ്റ് മലപ്പുറം മൂർക്കനാട് ഡിസംബർ 24 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 131 കോടി രൂപ ചെലവഴിച്ചാണ് വെളാഞ്ചേരിക്കടുത്ത് മൂർക്കനാട് മിൽമ പാൽപ്പൊടി നിർമ്മാണ യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയോടുകൂടി പ്രവർത്തിക്കുന്ന പ്ലാന്റിൽ പ്രതിദിനം 1 ലക്ഷം ലിറ്റർ പാൽ പൊടിയാക്കാനാകും. കേരളത്തിലെ ക്ഷീരകർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പാലും സംഭരിക്കാനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുമുള്ള സംവിധാനം പ്ലാന്റിലുണ്ട്.
പ്രതികൂല സാഹചര്യങ്ങളിൽ പാൽ മിച്ചം വരുമ്പോൾ ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാനും ക്ഷീരമേഖലയിൽ വലിയ നേട്ടങ്ങൾക്കും പുതിയ പ്ലാന്റ് സഹായിക്കുമെന്ന് മിൽമ ചെയർമാൻ KS മണി, മാനേജിംഗ് ഡയറക്ടർ KC ജെയിംസ് എന്നിവർ പറഞ്ഞു. ഡിസംബർ 24-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യും. മിൽമയുടെ പാൽപ്പൊടി നിർമ്മാണ പ്ലാന്റിനെ ഏറെ പ്രതീക്ഷയോടെയാണ് ക്ഷീരകർഷകരും കാണുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. ദുബായ് ഗ്ലോബൽ വില്ലേജിലേക്ക് സന്ദർശക പ്രവാഹം തുടരുകയാണ്. ക്രിസ്മസിനെയും പുതുവത്സരത്തെയും വരവേൽക്കുവാനുള്ള ഒരുക്കങ്ങൾ ആഗോള ഗ്രാമത്തിൽ പൂർത്തിയായി കഴിഞ്ഞു. പടുകൂറ്റൻ ക്രിസ്മസ് ട്രീയാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണം. പ്രവൃത്തി ദിനങ്ങളിൽ ഉൾപ്പെടെ സന്ദർശകരുടെ തിരക്കാണ് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ. ക്രിസ്മസും നവവത്സരവും അടുത്തെത്തിയതിന്റെ ഒരുക്കങ്ങൾ സജീവമാണ് ഇവിടെ. 21 മീറ്റർ ഉയരമുള്ള ക്രിസ്മസ് ട്രീയാണ് ഗ്ലോബൽ വില്ലേജിൽ ഒരുക്കിയിരിക്കുന്നത്. ക്രിസ്മസ് സമ്മാനങ്ങൾ നിറഞ്ഞ വർണ്ണവിളക്കുകൾ പ്രകാശം ചൊരിയുന്ന പടുകൂറ്റൻ ക്രിസ്മസ് ട്രീ. ഗ്ലോബൽ വില്ലേജിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ ക്രിസ്മസിനെയും നവവത്സരത്തെയും വരവേൽക്കുന്നതിന്റെ ഭാഗമായുള്ള ക്രിസ്മസ് ട്രീ സന്ദർശകർക്ക് മുന്നിൽ അനാവരണം ചെയ്തു. വെള്ളിത്താടിയും മുടിയുമായി ചുവന്ന വസ്ത്രം ധരിച്ച് നൃത്തക്കാർക്കൊപ്പമെത്തിയ സാന്റായാണ് ക്രിസ്മസ് ട്രീയിൽ വിളക്കുകൾ തെളിച്ചത്. ആട്ടവും പാട്ടും മേളവുമായി സന്ദർശകർക്കൊപ്പം സാന്റായും കൂട്ടുകാരും ഏറെ സമയം ചിലവഴിച്ചു. ഗ്ലോബൽ വില്ലേജിലെ UAE പവലിയന് സമീപമാണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയിരിക്കുന്നത്. ഓരോ അരമണിക്കൂറിലും പാട്ടും നൃത്തവും മേളവുമായി സാന്റായും കൂട്ടരും ക്രിസ്മസ് ട്രീക്ക് അരികെ എത്തും. ജനുവരി 4 വരെ കൂറ്റൻ ക്രിസ്മസ് ട്രീ ഗ്ലോബൽ വില്ലേജിലുണ്ടാകും. അമൃത ന്യൂസ്, ദുബായ്. പ്രത്യാശയുടെ പുഷ്പങ്ങൾ വിരിയിച്ചുകൊണ്ട് 1500-ലധികം ഇൻഫ്ലുവൻസേഴ്സ് പങ്കെടുത്ത ഗ്ലോബൽ സമ്മേളനത്തിന് സൗദിയിലെ റിയാദിൽ സമാപനം. ഇംപാക്ട് മേക്കേഴ്സ് ഫോറം റിയാദിലെ മയാദീൻ ഹാളിൽ സംഘടിപ്പിച്ച ദ്വിദിന ഗ്ലോബൽ ഇൻഫ്ലുവൻസേഴ്സ് സമ്മേളനത്തിനാണ് റിയാദിൽ സമാപനമായത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1500-ലധികം പ്രമുഖർ സമ്മേളനത്തിൽ സംബന്ധിച്ചു. സൗദി മീഡിയ മന്ത്രി സൽമാൻ ബിൻ യൂസഫ് അൽ ദോസരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. 100-ലധികം സൗദി കലാകാരന്മാരും 10 ലോകോത്തര കലാകാരന്മാരും അണിനിരുന്ന ദി ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന നാടക അവതരണത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. കുവൈറ്റിൽ കൈക്കൂലി കേസിൽ അറസ്റ്റിലായ നീതിന്യായ മന്ത്രാലയത്തിലെ ജീവനക്കാരൻ 5 വർഷം തടവ്. രാജ്യത്തെ ക്രിമിനൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 50 ദിനാറാണ് കൈക്കൂലിയായി വാങ്ങിയത്. ഇടപാടുകൾ പൂർത്തിയാക്കാനുള്ള സഹായമാണ് ഇയാൾ കൈക്കൂലി വാങ്ങി ചെയ്തിരുന്നത്. ക്യാപിറ്റൽ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരൻ ജോലിയുമായി ബന്ധപ്പെട്ട കൈക്കൂലിയായി പണം ആവശ്യപ്പെടുന്നതായി വിവരം ലഭിക്കുകയായിരുന്നു. തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യാനും അന്വേഷിക്കാനും പബ്ലിക് പ്രോസിക്യൂഷനിൽ നിന്ന് വാറന്റ് പുറപ്പെടുവിച്ചു. 50 ദിനാർ കൈക്കൂലി വാങ്ങുന്നതിനിടെ കൈയോടെ ഇയാൾ അറസ്റ്റിലാവുകയായിരുന്നു. സുരക്ഷ, ട്രാഫിക്, മാനുഷിക പ്രവർത്തനങ്ങൾ എന്നിവയിലെ മികവിന്റെ മാതൃകയിലാണ് കുവൈറ്റ് പോലീസ് പ്രവർത്തിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ്. വർഷം തോറും ഡിസംബർ 18-ന് ആചരിക്കുന്ന അറബ് പോലീസ് ദിനത്തോടനുബന്ധിച്ചാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്. വർദ്ധിച്ചുവരുന്ന വെല്ലുവിളികൾക്കിടയിലും സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിലും ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിലും പോലീസ് സേനകൾ വഹിക്കുന്ന പങ്കിൽ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് തന്റെ അഭിമാനവും ആദരവും പ്രകടിപ്പിച്ചു. ദുഷ്കരമായ സുരക്ഷാ സാഹചര്യങ്ങളിൽ ആവശ്യമായ ഉയർന്ന തലത്തിലുള്ള ജാഗ്രതയും കാര്യക്ഷമതയും സേന പുലർത്തുന്നുണ്ട്. കുവൈറ്റിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അസാധാരണമായ സംഭാവനകളെ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അഭിനന്ദിക്കുകയും ചെയ്തു. നാസർ തിരുനിലത്ത് നിർമ്മിക്കുകയും അലി അരികത്ത് സംവിധാനം ചെയ്യുകയും ചെയ്ത ഹോട്ട് AI എന്ന ഹ്രസ്വചിത്രം ജിദ്ദയിൽ റിലീസ് ചെയ്തു. നൌഷാദ് അൽനല്ലൂർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് സിനിമ പ്രദർശനം നടത്തി. ഒരു ദിവസം കൊണ്ട് ഐഫോണിൽ മാത്രം ചിത്രീകരിച്ചു എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട്. ഷിബു തിരുവനന്തപുരം, കിസ്മത്ത് മമ്പാട്, മുസാഫിർ, റജിയ വീരാൻ, അയൂബ് മാസ്റ്റർ, സുബൈർ അലുവ, സലീന മുസാഫിർ, ഹംസ മദാരി, അബ്ദുല്ല മുക്കണ്ണി തുടങ്ങിയവർ ഫിലിം ചർച്ചയിൽ പങ്കെടുത്തു. ഉത്തരാധുനിക കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യജീവിത സാഹചര്യങ്ങളിൽ ഇടപെടുകയും അത് എത്രത്തോളം ഭയാനകമാണെന്നും സംവിധായകൻ കുറഞ്ഞ സമയം കൊണ്ട് കൃത്യമായി ആവിഷ്കരിച്ചുവെന്ന് സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. ഷാജു അത്താണിക്കൽ പരിപാടി നിയന്ത്രിച്ചു. കുവൈറ്റിലെ പ്രമുഖ ആരോഗ്യ പരിരക്ഷാ ദാതാക്കളായ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് 10ാം വാർഷികത്തോടനുബന്ധിച്ച് 2025 1 വർഷം നീണ്ടുനിൽക്കുന്ന എക്സ്ക്ലൂസീവ് ഓഫറുകൾ പ്രഖ്യാപിച്ചു. ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ മെട്രോയുടെ എല്ലാ മെഡിക്കൽ സെന്ററുകളിലും എല്ലാ ബില്ലുകൾക്കും 30% ക്യാഷ് ബാക്ക് ലഭിക്കും. ഡോക്ടർ കൺസൾട്ടേഷനുകൾ, റേഡിയോളജി, ഡേ കെയർ, സർജറി, CT, ഓപ്പൺ MRI, ക്ലോസ്ഡ് MRI, മാമോഗ്രാഫി,
BMD, ലാബ് പരിശോധനകൾ തുടങ്ങി എല്ലാ നടപടിക്രമങ്ങൾക്കും ഈ ഓഫർ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഫാർമസി പർച്ചേസിനും 15% ക്യാഷ് ബാക്കും ഒരുക്കിയിട്ടുണ്ടെന്ന് മെട്രോ മാനേജ്മെന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇൻഷുറൻസ് രോഗികൾക്ക് 2026 വരെ സാധുതയുള്ള പ്രത്യേക കൂപ്പണുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടാതെ 1 ദിനാർ മുതൽ 10 ദിനാർ വരെയുള്ള ആകർഷകമായ ലാബ് പാക്കേജുകളും 2025 ഡിസംബർ വരെ ലഭ്യമാകും. ഈ പാക്കേജുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടായ 30% ക്യാഷ് ബാക്ക് ലഭ്യമായിരിക്കില്ല എന്നും മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം US-ലെ ജോർജിയ അറ്റ്ലാന്റയിൽ തുറന്നു. ഇന്ത്യൻ കൗൺസിൽ ജനറൽ L. രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ US-ലെ 6ാമത്തെ ഷോറൂമാണ് ഇത്. 5400 ചതുരശ്ര അടിയിലാണ് പുതിയ ഷോറൂം. 20 രാജ്യങ്ങളിൽ നിന്നുള്ള 30,000 ആഭരണ ഡിസൈനുകളാണ് ഉപഭോക്താക്കൾക്കായി പുതിയ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള വളർച്ചയിൽ അമേരിക്കയിലെ ഷോറൂമുകൾ നിർണായകമാണെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. US-ലും കാനഡയിലും പുതിയ ഷോറൂമുകൾ ഉടൻ തുറക്കുമെന്ന് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് MD ഷംലാൽ അഹമ്മദ് അറിയിച്ചു. മലബാർ ഗോൾഡ് നോർത്ത് അമേരിക്ക റീജിയണൽ ഹെഡ് ജോസഫ് ഈപ്പൻ, ബ്രാഞ്ച് ഹെഡ് R. ജസാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കോഴിക്കോട് നടന്ന കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ ഗ്ലോബൽ സമ്മിറ്റ് സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന ഗ്ലോബൽ സമ്മിറ്റിൽ 25 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തു. വേൾഡ് KMCC എന്ന പേരിൽ അന്തർദേശീയ തലത്തിൽ സംഘടനാ സംവിധാനം രൂപീകരിച്ചതായി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അറിയിച്ചു. KP മുഹമ്മദ് കുട്ടി പ്രസിഡന്റായും പുത്തൂർ റഹ്മാൻ ജനറൽ സെക്രട്ടറിയുമായാണ് സംഘടന രൂപീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും തങ്ങൾ പറഞ്ഞു. കമ്മിറ്റിയുടെ കേന്ദ്ര ഓഫീസ് കേരളത്തിൽ ആയിരിക്കും. UAE അയ്യപ്പ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിലൊരുക്കുന്ന അയ്യപ്പ പൂജാ മഹോത്സവം ബ്രഹ്മശ്രീ മഹേഷ് കണ്ഠരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും. അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിലാണ് പരിപാടി. പൂജാ ചടങ്ങുകൾക്ക് പുറമെ TS രാധാകൃഷ്ണൻ നയിക്കുന്ന നാമസങ്കീർത്തനം, കലാപരിപാടികൾ എന്നിവയും അരങ്ങേറും. 2 ദിവസങ്ങളിലും അന്നദാനവും ഉണ്ടാകും. Charanamritam co-powered by Bharat Lachna Multi-State Housing Cooperative Society Limited in association with വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മണ്ഡലമകരവിളക്ക് കാലം കഴിയുന്നതുവരെ ഭക്തർക്ക് വിതരണം ചെയ്യാനുള്ള അരവണയും അപ്പവും ഉൾപ്പെടെയുള്ള പ്രസാദങ്ങൾ കരുതിയിട്ടുണ്ടെന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ B. മുരാരി പറഞ്ഞു. കഴിഞ്ഞ വർഷം മണ്ഡലകാലത്ത് അരവണ വിതരണത്തിന് നിയന്ത്രണമുണ്ടായിരുന്നു. ഇത്തവണ 40 ലക്ഷം കണ്ടെയ്നർ അരവണ കരുതാൻ സാധിച്ചുവെന്നും മുരാരി ബാബു പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പോൾ സർക്കാരിൻ്റെ ഈ ഇതിനകത്തുണ്ടായ ഒരു ഇടപെടൽ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ആദ്യം മുതൽ തന്നെ ഇതിൻ്റെ ആരംഭം മുതൽ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ യോഗങ്ങൾ മുന്നൊരുക്കം സംബന്ധിച്ചുള്ള യോഗങ്ങൾ തീരുകയും ആ മുന്നൊരുക്കങ്ങളിലൊക്കെ തന്നെയും കഴിഞ്ഞ സീസൺ കാലത്ത് എന്തൊക്കെ അപാകങ്ങളാണോ ഉണ്ടായിട്ടുള്ളത് അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണ് പ്രത്യേകമായും ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡലപൂജയ്ക്കുള്ള തിരക്ക് കണക്കിലെടുത്ത ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഉന്നതതല യോഗം. ADM അരുൺ S. നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗമാണ് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. തിരക്ക് കണക്കിലെടുത്ത് പമ്പയിലെ NDRF സ്ട്രക്ചർ സംഘത്തെ സന്നിധാനത്തേക്ക് മാറ്റും. അതേസമയം സുഗമ ദർശനത്തിനായി ഇതുവരെ ചെയ്ത എല്ലാ മികച്ച പ്രവർത്തനങ്ങളും പരീക്ഷിക്കപ്പെടുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നതെന്ന് ADM അരുൺ S. നായർ ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിച്ചു. പ്രശസ്ത സിനിമാ സീരിയൽ നാടക നടി മീന ഗണേഷ് അന്തരിച്ചു. 81 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ ഷൊർണൂർ PK ദാസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് കഴിഞ്ഞ 5 ദിവസമായി ചികിത്സയിലായിരുന്നു. തമിഴ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന നടൻ KP കേശവന്റെ മകളാണ്. പ്രശസ്ത നാടക രചയിതാവും സംവിധായകനും നടനുമായ AN ഗണേഷാണ് ഭർത്താവ്. സീരിയൽ സംവിധായകനായ മനോജ് ഗണേഷ്, സംഗീത എന്നിവർ മക്കളാണ്. സംസ്കാരം വൈകിട്ട് ചെറുതുരുത്തി ശാന്തിതീരം ശ്മശാനത്ത് നടന്നു.
ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ഉൾപ്പെടെ ഏത് ഫോർമാറ്റിൽ കളിക്കാനും സജ്ജമാണെന്ന് ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. രാജസ്ഥാൻ റോയൽസ് ടീമിലെ മാറ്റം പലർക്കും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ചാഹൽ മറ്റൊരു ടീമിലെത്തി തനിക്കെതിരെ പന്തെറിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കാറുണ്ട്. 2024 തന്റെ കരിയറിൽ ഏറ്റവും സന്തോഷം തന്ന വർഷമായിരുന്നുവെന്നും സഞ്ജു ദുബൈയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആത്മവിശ്വാസമുണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാവുന്നതാണ്. ഇതാണ് ക്രിക്കറ്റിലൂടെ വളരാൻ ആഗ്രഹിക്കുന്നവരോട് തനിക്ക് പറയാനുള്ളതെന്നും സഞ്ജു കൂട്ടിച്ചേർത്തു. മികച്ച പ്രകടനവും വെല്ലുവിളികളുമായി 2024 വർഷം കടന്നുപോകുമ്പോൾ തനിക്കേറെ സന്തോഷമുണ്ടെന്നും സഞ്ജു പറഞ്ഞു. പാദരക്ഷാ ഉൽപ്പന്ന നിർമ്മാതാക്കളായ വാക്മീറ്റിന്റെ ബ്രാൻഡ് അംബാസഡറായ സഞ്ജു കമ്പനിയുടെ പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുന്ന ചടങ്ങിലും പങ്കെടുത്തു. കുവൈറ്റ് ആതിഥേയത്വം വഹിക്കുന്ന അറേബ്യൻ ഗൾഫ് കപ്പിന്റെ 26ാമത് എഡിഷനായി എത്തുന്ന ഏകദേശം 30,000 ആരാധകരെ സ്വീകരിക്കാൻ കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് തയ്യാറെടുക്കുന്നു. പങ്കെടുക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള സാംസ്കാരികവും കായികവുമായ ബന്ധം ശക്തിപ്പെടുത്തുന്ന ഈ കായിക മത്സരത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്. കുവൈറ്റ് ദേശീയ ടീമിന് പുറമെ സൗദി അറേബ്യ, എമിറേറ്റ്സ്, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ, ഇറാഖ്, യമൻ എന്നീ ദേശീയ ടീമുകളും പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പ് ഡിസംബർ 21 ജനുവരി 3 ഇടയിലാണ് നടക്കുന്നത്. ഈ കാലയളവിൽ പതിവ് ഷെഡ്യൂൾ ചെയ്ത ഫ്ലൈറ്റുകളില്ലാതെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്നതിനായി വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർത്തിയാകുന്നു. നമസ്കാരം.